ഇപ്പൊ നമ്മൾ ഈ കഥ കാലം പറഞ്ഞ കഥ എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ വെഞ്ഞാറമ്മൂട് കേസായിട്ട് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു. അതിലൊരു ഭാഗം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ ഡ്രഗ്സ് ഒക്കെ നമ്മുടെ ഇപ്പത്തെ സൊസൈറ്റിയില് എത്രത്തോളം നമ്മുടെ ഈ സിനിമ ഒരു റെലവെന്റ് ആയിട്ട് തോന്നുന്നു? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ സിനിമ നമ്മൾ കുടുംബസമേതം പോയിരുന്ന് കാണണം. കാരണം ഇതൊരു കുടുംബ പശ്ചാത്തലത്തിലുള്ള സിനിമയാണ്. എങ്ങനെ നമ്മൾ തെറ്റിലേക്ക് പോകുന്നു, എങ്ങനെ നമുക്ക് തെറ്റിൽ നിന്ന് പിന്തിരിയ എന്നൊക്കെ കാട്ടിക്കൊടുക്കുന്ന ഒരു സിനിമയാണ്. ആ അജാസ് അവതരിപ്പിക്കുന്ന കഥാപാത്രം അവിടെ എത്തിച്ചേരുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് നമുക്കിതിലൂടെ ബോധ്യപ്പെടും. ആ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകാതിരിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും, നമ്മുടെ കുടുംബം രക്ഷപ്പെടും. ഇപ്പൊ സാറാണെങ്കിലും ഒരുപാട് കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പൊ ജനറേഷൻ വൈസും വേണമെങ്കിലും പല ടൈപ്പ് ജനറേഷനും പല ടൈപ്പ് ചേഞ്ചസും കണ്ട ഒരാളാണ്. എന്താണ് ആ ഒരു ചേഞ്ചസിൽ വന്ന മെയിൻ ഘടകം എന്തായിട്ടാ തോന്നുന്നത്? മെയിനായിട്ട് കണ്ട ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെ അത് അന്ന് എല്ലാവരും ദാരിദ്ര്യം അനുഭവിച്ച് വളർന്ന ഒരു തലമുറയായിരുന്നു ഈ കഴിഞ്ഞ തലമുറ. പക്ഷെ ഇന്ന് ആ ഒരു സാഹചര്യം നമ്മുടെ കുട്ടികൾക്കുണ്ടാകരുതെന്ന് കരുതി എല്ലാ സുഖങ്ങളും കൊടുത്താണ് മക്കൾ വളർത്തുന്നത്. അതിൻ്റെ ദോഷമുണ്ട് താനും. അവര് യാതൊരു കാരണവശാലും ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ തയ്യാറാകുന്നില്ല. ആ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യണം എന്ന് അവർക്ക് അറിയില്ല. അത് നമ്മൾ പഠിപ്പിക്കുന്നില്ല. നമ്മൾ മക്കളെ വളർത്തുന്നത് അല്ലലറിഞ്ഞ് വേണം മക്കളെ വളർത്താൻ. അല്ലലറിയാതെ വളരുന്ന മക്കൾ വഴിതെറ്റിപ്പോകാൻ കൂടുതൽ സാധ്യതയുണ്ട്. പാരന്റിംഗ് ആണ് ഒരു മെയിൻ ഇഷ്യൂ എന്ന് തോന്നിയിട്ടുണ്ടോ? പാരന്റിംഗ് തന്നെയാണ്. മക്കളെ നമ്മള് അല്ലലറിഞ്ഞ് തന്നെ വളർത്തണം. ഒരു കഴിഞ്ഞ തലമുറയിൽ അങ്ങനെ അല്ലലറിഞ്ഞ് തന്നെയായിരുന്നു വളർന്നു വന്നിരുന്നത്. പക്ഷെ ഈ സിനിമ ഒരു കുടുംബ സിനിമയാണ്. ഇതിനകത്ത് പാട്ടുകളുണ്ട്. വയലാർ ശരത്ചന്ദ്രവർമ്മ, രാജീവ് ആലുങ്കൽ ഒക്കെ എഴുതിയ നല്ല നല്ല പാട്ടുകളുണ്ട്. 6ഓളം പാട്ടുകളുണ്ട്. അതിനകത്ത് അരിസ്റ്റോ സുരേഷ് ഒരു നല്ല പാട്ട് പാടിയിട്ടുണ്ട്. അത് ഗംഭീരമാകുമെന്നാണ് അഭിപ്രായം. അതിനകത്തും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സാറ് ഫിലൻത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ടല്ലോ. ചാരിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കാലത്ത് ചാരിറ്റീസ് എന്ന് പറഞ്ഞാൽ പല തട്ടിപ്പുകളും നടക്കുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ചാരിറ്റിയുടെ പേര് പറഞ്ഞിട്ട് പിറകെ പല തട്ടിപ്പ് നടക്കും എന്ന് പറയാറുണ്ട്. അപ്പൊ ഫിലൻത്രോപ്പിസ്റ്റ് ആയ ഒരാളെന്ന നിലയിൽ എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇന്ന് ഈ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്ന ബിസിനസ് ആയിട്ട് കാണുന്ന ഒരു മറ്റൊരാളുണ്ട്. തീർച്ചയായിട്ടും ആ കള്ളനാണയങ്ങളെ കണ്ടെത്തി പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങളൊരു സംഘടന രൂപീകരിച്ച് ഒരു സംഘടനയായി പ്രവർത്തിക്കുന്നുണ്ട്. അതെനിക്ക് വളരെ അഭിമാനമാണ്. അക്കോക്ക് എന്നാണ് സംഘടനയുടെ പേര്. അതിന്റെ സംസ്ഥാന രക്ഷാധികാരിയായിട്ട് പ്രവർത്തിക്കാൻ എനിക്കാവുന്നതിൽ വളരെ സന്തോഷം. ഒത്തിരി 7ഓളം ഭക്ഷണാലമാരകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലൂടെ 10,000-ഓളം പേർക്ക് ഡെയിലി ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മളുടെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി സാർ, അതിൻ്റെ കഥാകൃത്ത്, അദ്ദേഹം ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ്. അദ്ദേഹം എല്ലാ മാസവും ഒരു 100-100ഓളം പേർക്ക് ഭക്ഷ്യ കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി പേരെ ഈ മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഒത്തിരി പേരെ കഥാകൃത്തുക്കളാക്കുന്നുണ്ട്, കവികളാക്കുന്നുണ്ട്. കാരണം അദ്ദേഹം കാരണം എ ജീനിയസ് ഈസ് 1% ഇൻസ്പിറേഷൻ ആൻഡ് 99% പെർസ്പിറേഷൻ എന്നാണ് തോമസ് ആൽവ എഡിസൺ പറഞ്ഞേക്കുന്നത്. അത് നമ്മളിൽ എല്ലാവരിലും ആ ഒരു 1% ഉണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ കഴിവുകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കുമ്പോഴാണ് നമ്മളതായി തീരുന്നത്.